റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ആതിനാ ഞങ്ങൾക്ക് നീ ഓശാരമായി തരണം, നിന്റെ സ്നേഹ കടാക്ഷമായി തരണം. ഞങ്ങൾ തേടുന്നു, ഞാൻ തേടുന്നു, ഞാൻ നിന്നോട് ചോദിക്കുന്നു, അല്ലാ എനിക്ക് നീ തരണം. ഫിദ്ദുന്യാ ദുന്യാവിൽ, ഹസനതൻ നന്മ തരണം. ദുന്യാവിൽ എന്ന് പറയുമ്പോ നമ്മുടെ ഈ ദുന്യാവിൽ നമ്മുടെ ജീവിതം, നമ്മുടെ കച്ചവടം, നമ്മുടെ തൊഴിൽ, നമ്മുടെ മക്കൾ, നമ്മുടെ വീട്, നമ്മുടെ വാഹനം, നമ്മുടെ ആരോഗ്യം എല്ലാം ഈ ദുന്യാവിൽ പെടും. അതിലൊക്കെ എന്ത് വേണം? ഹസനത്തൻ നന്മ വേണം. ഏത് കാര്യത്തിലാണ് നന്മ, ഏത് കാര്യത്തിലാണ് തിന്മ ഞങ്ങൾക്കറിയില്ല, നീ അറിയുന്നവനാണ്. അതുകൊണ്ട് അല്ലാഹ് ഈ ദുന്യാവിൽ എന്ത് കാര്യത്തിൽ ഞാൻ ഏർപ്പെട്ടാലും അതിലുള്ള നന്മ നീ തരണേ അല്ലാ. എന്റെ മക്കൾ, അവരിലുള്ള നന്മ നീ എനിക്ക് തരണം. എന്റെ ഭാര്യ, ആ ഭാര്യയിലുള്ള നന്മ നീ തരണം. എന്റെ കച്ചവടം, അതിലുള്ള നന്മ തരണം. എന്റെ വാഹനം, അതിലുള്ള നന്മ തരണം. എന്ത് നല്ല ദുആയത് അല്ലേ? റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസനതൻ. പിന്നെയോ വഫിൽ ആഖിറതി, ദുന്യാവിൽ മാത്രം പോരെ, നാളെ പരലോകത്ത് ചെല്ലുമ്പോ അവിടെയും വേണം എന്ത്? ഹസനത്തൻ നന്മ വേണം. വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കണം. അവിടെ വെച്ച് ഈ സിറാത്ത് പാലത്തിലൂടെ കടക്കുമ്പോ ഒരു പേടിച്ച് ബേജാറായിട്ട് പോവരുത്. മിന്നലിന്റെ വേഗത്തിൽ എനിക്ക് കടന്നു പോകണം. അവിടെ നിന്റെ നരകം കണ്ട് പേടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ആഖിറത്തിലും എനിക്ക് ഹസനത്തൻ നന്മ വേണം. പിന്നെ ചോദിക്കുന്നത് 6 അടി മണ്ണിന്റെ അദാബാണ്. ഖബറിലേക്ക് ചെല്ലുമ്പോൾ അവിടെയും രക്ഷ വേണം. അപ്പൊ നമ്മുടെ ദുന്യാവ് ചോദിച്ചു, ഖബർ ചോദിച്ചു, എല്ലാം ചോദിക്കുന്ന ദുആയ. നമുക്ക് ഈ ദുആ അറിയാലോ എന്ന് പറഞ്ഞാലോ? റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.